ഇന്ത്യൻ വിപണിയിൽ കനത്ത ഇടിവ്. അടുത്ത ആഴ്ച നമ്മൾ എന്ത് ചെയ്യും? കഴിഞ്ഞ ആഴ്ച മുഴുവൻ തുടർച്ചയായിട്ടുള്ള നഷ്ടത്തിൽ ക്ലോസ് ചെയ്ത ഇന്ത്യൻ വിപണി ഒരു കൺഫ്യൂസിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ആ ഒരു സംഘർഷവും അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതും നിക്ഷേപകരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. യുദ്ധം തീർന്നു എന്ന് നമ്മൾ കരുതിയെടുത്ത് നിന്ന് വീണ്ടും ക്രൂഡ് ഓയിൽ വില $100 കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ആഴ്ച അവസാനിക്കുമ്പോൾ നിഫ്റ്റി 23,650 താഴെ എത്തിയിരുന്നു. ഇനി വിപണി കൂടുതൽ തളരുമോ അതോ ഒരു തിരിച്ചുവരവിന്റെ സാധ്യത ഇവിടെ നിന്ന് ഉണ്ടാവുമോ? ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അടുത്ത ആഴ്ച, അതായത് ജൂലൈ 27 മുതൽ 31 വരെ വിപണി എങ്ങോട്ട് പോകും, അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള നിക്ഷേപങ്ങൾ എങ്ങനെ സംരക്ഷിക്കണം, ഏതൊക്കെ ലെവലുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഡാറ്റ അനാലിസിസ് സഹിതം വിശകലനം ചെയ്യുന്നു. നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്താനും നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ആഴ്ചയുടെ ബിഗ് പിക്ചർ, അതായത് കറണ്ട് റിയാലിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വിപണിയെ സംബന്ധിച്ച് വളരെ നിർണായകവും ആശങ്കാജനകവുമായിരുന്നു കഴിഞ്ഞ ആഴ്ച. തുടർച്ചയായിട്ടുള്ള 5 ദിവസങ്ങൾ വിപണി നഷ്ടത്തിലാണ് അവസാനിച്ചത്. വെള്ളിയാഴ്ച ട്രേഡിംഗ് അവസാനിക്കുമ്പോൾ സെൻസെക്സ് 76,059 നിഫ്റ്റി 23,767 ക്ലോസ് ചെയ്തത്. തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ വിലയും വലിയ കാരണങ്ങളായിട്ടുണ്ട്. അതേസമയം FIIസിന്റെ വലിയ രീതിയിലുള്ള പണം പിൻവലിക്കലും സ്റ്റോക്ക് സെല്ലിംഗും ഒക്കെ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാർക്കറ്റിനെ കൊണ്ടെത്തിച്ചു. അതേസമയം ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലും IT ഫാർമ സെക്ടറുകളിൽ നേരിയ തോതിൽ ഒരു ബൈയിങ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ട് സീസണിലെ പല ന്യൂസുകളും പല ഇൻഡിവിജ്വൽ സ്റ്റോക്കുകൾക്ക് ചില മുന്നേറ്റങ്ങളും തിരിച്ചുവരവുകളും ഒക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു സാധ്യതകൾ ഇനിയും മുമ്പോട്ടേക്കുണ്ട്. അപ്പോ അടുത്ത ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഇൻഡെക്സുകളുടെ ടെക്നിക്കൽ ലെവലുകൾ നമുക്കൊന്ന് നോക്കി പോകാം. ആദ്യമായിട്ട് നിഫ്റ്റി 50. നിഫ്റ്റി ഇപ്പോൾ 23,775 റേഞ്ചിലാണുള്ളത്. അടുത്ത പ്രധാന സപ്പോർട്ട് സോൺ 23,650, 23,600 ലെവലിലാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ വിപണി വീണ്ടും 23,450 അതിന് താഴേക്കോ ഒക്കെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യം വളരെ കുറവാണ്. അതിന് അത്തരത്തിലുള്ള വലിയ ന്യൂസുകൾ ഇല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 23,930, 24,000 ഒക്കെ പ്രധാന റെസിസ്റ്റൻസ് സോണായിട്ട് പ്രവർത്തിക്കും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി, ബാങ്കിംഗ് സെക്ടറും വലിയ സമ്മർദ്ദത്തിലാണ്. വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗിൽ ബാങ്ക് നിഫ്റ്റി 56,693 റേഞ്ചിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. അടുത്ത ആഴ്ചയിലെ പ്രധാന ലെവലുകൾ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് 56,300, 56,000 ആ ഒരു ലെവലിലാണ് കാണാനുള്ളത്. അടുത്ത ആഴ്ചയിലെ നിർണായകമായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് ഇതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാന റെസിസ്റ്റൻസ് 56,850, 57,000 റേഞ്ചിലാണുള്ളത്. മുകളിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന വലിയ റെസിസ്റ്റൻസ് ആയിട്ട് ഇതിനെ നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സെൻസെക്സ് 76,060 താഴെ നിൽക്കുന്ന സെൻസെക്സിന്റെ അടുത്ത ഡയറക്ഷൻ വിപണിയുടെ ഇന്റർനാഷണൽ ന്യൂസുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തായിട്ട് നമുക്ക് റഡാറിലുള്ള ഇമ്പോർട്ടന്റ് ഓഹരികൾ ഏതൊക്കെയാണ് എന്ന് കൂടി നോക്കാം. നമ്മൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ചില ഓഹരികളെ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഏറ്റവും ആദ്യം നോക്കാം IT ഫാർമ സെക്ടറുകളിലെ സിപ്ല, HCL ടെക് തുടങ്ങിയ സ്റ്റോക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിപണി ഇടിയുമ്പോഴും ഫാർമ IT ഓഹരികൾ മികച്ച കരുത്ത് കാണിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചത്തെ ഒരു കനത്ത ഇടിവിനിടയിലും സിപ്ല അതുപോലെ തന്നെ HCL ടെക് തുടങ്ങിയ ഓഹരികൾ നേട്ടമുണ്ടാക്കിയവരുടെ പട്ടികയിൽ മുൻപന്തിയിലെത്തിയിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ട്രേഡ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളുണ്ട്. HDFC ബാങ്ക്, റിലയൻസ് തുടങ്ങിയ ഹെവി വെയിറ്റുകളിൽ വരുന്ന വിലക്കുറവ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു അവസരമാണ്. ഷോർട്ട് ടേം ട്രേഡർമാരാകട്ടെ ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. കാരണം ബാങ്കിംഗ് ഓഹരികൾ കടുത്ത വിൽപ്പന സമ്മർദ്ദം നേരിടുന്നുണ്ട്. അടുത്തിടെ IT സെക്ടർ താഴേക്ക് വരികയും അതേസമയം ബാങ്കിംഗ് സെക്ടർ പെട്ടെന്ന് മുകളിലേക്ക് പോവുകയും ചെയ്ത ഒരു സെക്ടർ റൊട്ടേഷൻ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടതാണ്. അതിന് നേരെ തിരിച്ചുള്ള ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കാണുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാൻ കഴിയും. ബാങ്കിംഗ് സെക്ടറിൽ ഒരു തളർച്ചയും അതേസമയം IT സെക്ടറിൽ ഒരു ബൂസ്റ്റും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇനി പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ആക്ഷനുകൾ അതുപോലെ തന്നെ റിസൾട്ടുകൾ, ഇവന്റുകൾ ഇതൊക്കെ ഈ അടുത്ത ആഴ്ചയിൽ ജൂലൈ 27 മുതൽ 31 വരെ എന്തൊക്കെയാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. പ്രധാന റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാം പാദ ഫലപ്രഖ്യാപനങ്ങൾ അതിന്റെ പീക്കിലേക്ക് എത്തുകയാണ്. ഈ ആഴ്ച വിപണിയുടെ ശ്രദ്ധാ കേന്ദ്രങ്ങളായിട്ടുള്ള പ്രമുഖ ഇമ്പോർട്ടന്റ് കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. ആദ്യമായിട്ട് ജൂലൈ 28 ടാറ്റ ക്യാപിറ്റൽസ്, വരുൺ ബേവറേജസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയവരുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജൂലൈ 29 അദാനി എന്റർപ്രൈസസ്, ഏഷ്യൻ പെയിന്റ്സ് ഇവിടെ റിസൾട്ടുകൾ കൂടി വരുന്നുണ്ട്. റിസൾട്ട് ഒരു പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ആ പർട്ടിക്കുലർ ഓഹരികളിൽ വലിയ രീതിയിലുള്ള വൊളറ്റാലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. തീർച്ചയായിട്ടും അത്തരത്തിൽ ആ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ആ ഒരു സെക്ടറുകളും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ മൂവ്മെന്റ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോ പ്രധാനപ്പെട്ട എക്സ് ഡേറ്റുകൾ, എക്സ് ഡിവിഡന്റ്, കോർപ്പറേറ്റ് ആക്ഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിപ്രോ പോലെയുള്ള പ്രമുഖ IT കമ്പനികളുടെ എക്സ് ഡിവിഡന്റ് ഡേറ്റ് ജൂലൈ 27 ആണ്. ഡിവിഡന്റ് ആനുകൂല്യങ്ങൾക്കായിട്ട് ഈ ഓഹരിയുടെ നീക്കങ്ങൾ
നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട്. അടുത്തൊരു IPO വിപണിയിലെ ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ബോർഡ് SME ലിസ്റ്റിംഗ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രമുഖ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ലോഹിയ കോർപ്പിന്റെ IPO സബ്സ്ക്രിപ്ഷൻ ജൂലൈ 27 അവസാനിക്കും. കഴിഞ്ഞ ആഴ്ച ബിഡിംഗ് പൂർത്തിയായിട്ടുള്ള മറ്റ് പ്രധാന മെയിൻ ബോർഡ് അതുപോലെ തന്നെ SME IPOകളുടെ ലിസ്റ്റിംഗുകൾ കൂടി ഈ ആഴ്ച വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു IPO സ്റ്റോക്കുകളൊക്കെ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയിലെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ വളരെ കർശനമായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റോട് കൂടി തന്നെ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. വിപണി ഇടിയുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും നമ്മൾ വിട്ടുപോകരുത്. സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആയിട്ടും നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒറ്റ ട്രേഡും ചെയ്യില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. അതുപോലെ തന്നെ അഗ്രസീവ് ട്രേഡിംഗ് വേണ്ട. വിപണി ബിയേഴ്സിന്റെ പിടിയിലായതിനാൽ വലിയ റിസ്ക് എടുക്കാനുള്ള സമയമല്ല. സപ്പോർട്ട് ലെവലുകൾ നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് ആയിട്ടുള്ള 23,600 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ അനാവശ്യമായിട്ടുള്ള ബൈ പൊസിഷനുകൾ എടുക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വിപണിയിൽ വലിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ അടുത്ത ആഴ്ചയിലേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ ചെയ്യാൻ. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. വിപണി വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. മിഡിൽ ഈസ്റ്റിലെ ആ ഒരു സംഘർഷങ്ങളും ഉയർന്ന ക്രൂഡ് ഓയിൽ വിലയും വിപണിക്ക് വലിയ ഭീഷണിയായിട്ട് തുടരുകയാണ്. ആഗോള പ്രതിസന്ധികൾ മാറുന്നത് വരെ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹെവിലി വോളറ്റൈൽ ആയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏതൊക്കെ ഓഹരികളാണ് വാച്ച് ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. നിങ്ങളുടെ ഓരോ ഐഡിയകളും അല്ലെങ്കിൽ സംശയങ്ങളും ഒക്കെ കമന്റുകളായിട്ട് അറിയിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി തീർച്ചയായിട്ടും വളരെ വലിയ ഇൻഫർമേഷൻ ആണ്. ഞങ്ങൾക്കും അതൊരു വലിയ മോട്ടിവേഷൻ ആണ്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.